വർഗീയ ശക്തികളുമായി ഞങ്ങൾക്ക് ഒരു ബന്ധമേ ഇല്ലെന്ന് കോൺഗ്രസ് പുറത്ത് പറയും. പക്ഷേ ആ പറച്ചിൽ വാക്കുകളിൽ മാത്രമേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബാന്ധവത്തിൽ UDF-നെ കടന്നാക്രമിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രംഗത്ത് വന്നു. ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് കൂട്ടുപിടിക്കുന്നത് UDF-ന് ആത്മഹത്യാപരമെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. UDF-ന് വോട്ട് ചെയ്യുന്നവർക്ക് ഈ ബന്ധം അംഗീകരിക്കാനാകുമോ എന്ന് പിണറായി വിജയൻ ചോദിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം. അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുക എന്നത് അങ്ങേയറ്റം ആത്മഹത്യാപരമായ നിലപാടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. UDF-ന് വോട്ട് ചെയ്യുന്ന മുസ്ലിം ബഹുജനങ്ങളുണ്ടല്ലോ, ആ മുസ്ലിം ബഹുജനങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന നയം, മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ കഴിയുമോ? കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. 4 വോട്ട് കിട്ടുമെങ്കിൽ അത് പ്രധാനമാണ് എന്ന് കണക്കാക്കി ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള അവിശുദ്ധ സഖ്യത്തിനാണ് കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത്. തിരുവനന്തപുരത്ത് മാർഷൽ വി സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. മാർഷലേട്ടാ, ഈ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണത്തിന് ആധാരം എന്ന് പറയുന്നത് അതിന് വസ്തുതാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇന്നലെ ഏറ്റവും ഒടുവിൽ മുനീറിൻ്റെ ഒരു പ്രതികരണം ഇന്നലെ വന്നിരുന്നു. മുനീറിൻ്റെ ഓർമ്മപ്പെടുന്നത് അതിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ നമ്മൾ വായിച്ചെടുക്കേണ്ടി. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്, അതായത് ഇത് ബന്ധമെന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരം എന്നാണ്. അപ്പോൾ ഇത് ആർക്കൊക്കെയുള്ള ഒരു മുന്നറിയിപ്പായി മാറുന്നുണ്ട്? സ്വാഭാവികമായിട്ട് ഇതൊരു തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇത്തരം കൂട്ടുകെട്ടുകൾക്കെതിരെ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ UDF-ഉം പരസ്പര ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ തെരഞ്ഞെടുപ്പിനൊക്കെ വളരെ മുമ്പ് തന്നെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിളിച്ച 4 വാർത്താ സമ്മേളനങ്ങൾ ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് ബന്ധത്തെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു. മറ്റു എല്ലാ പ്രശ്നങ്ങളും നിൽക്കുമ്പോഴാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് CPM വളരെ കൃത്യമായി ചർച്ച ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് ആരാണ് യഥാർത്ഥത്തിൽ എതിർക്കപ്പെടേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംഘപരിവാർ സംഘടനകളെ എതിർക്കുന്ന പോലെ തന്നെ ഹിന്ദുത്വവാദികളെ എതിർക്കുന്ന പോലെ തന്നെ ഇത്തരം പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്ന മതരാഷ്ട്രീയവാദികളെ എതിർക്കണം എന്നുള്ള തീരുമാനത്തിലെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബന്ധം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയെന്ന നിലയിലാണ് ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെയെല്ലാം ശക്തമായി എതിർക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതിൽ മുജാഹിദ്, സുന്നി മുജാഹിദ് വിഭാഗങ്ങൾ, മറ്റ് ഇസ്ലാമിക സംഘടനകൾ, ബാക്കിയുള്ള ശേഷിക്കുന്ന ഒരുപാട് ഇസ്ലാമിക സംഘടനകൾ, അപ്പോൾ ഇവർക്കൊക്കെ ദഹിക്കുന്നതാണോ ഈ ലീഗ് ഉൾപ്പെടെ? ലീഗിലെ ഒരു വിഭാഗം അടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ മറ്റു സംഘടനകൾക്കൊക്കെ ദഹിക്കുന്നതാണോ ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഭായ് എന്ന് വിളിച്ച് ചേർത്ത് പിടിക്കുന്നത്? ഒരിക്കലുമില്ല. അതായത് നമ്മളതിനെ കാണേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന, അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരത, ഇതിനെയെല്ലാം വളരെ കൃത്യമായി അംഗീകരിച്ചു പോകുന്നവരെയെല്ലാം തന്നെ ഇസ്ലാമികല്ല എന്നുള്ള ലൈനിൽ ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. മതരാഷ്ട്രവാദം പ്രധാനമായും മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ CPM എപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്താണ്? CPM പറയുന്നത് ഹിന്ദുത്വ വർഗീയവാദികളുടെ മറ്റൊരു മുഖമാണ് ഇസ്ലാമിക മതപൗരമായിട്ട് ജമാഅത്തെ ഇസ്ലാമി വരുന്നു എന്നുള്ളത്. മദൂദിയുടെ പല പുസ്തകങ്ങളും എടുത്തു വെച്ചുകൊണ്ട് തന്നെ അത് CPM വളരെ കൃത്യമായിട്ട് പല രാഷ്ട്രീയ ചർച്ചകളിലും മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം കൂടിയാണ്. അതായത് നമ്മൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ കാര്യം, 2010 നടക്കുന്ന ഒരു ഡൽഹി രാംലീല മൈതാനിയിൽ നടക്കുന്ന ഒരു ചടങ്ങ്, അതിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയ ഇസ്ലാമിക് പരിവാർ കുടുംബത്തിൽ നിന്നല്ലാത്ത ഏക ആള് അത് BJP-യുടെ ദേശീയ മോർച്ചയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ മുൻ അധ്യക്ഷനായിട്ടുള്ള JK ജെയിനാണ്. അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം അന്ന് ഒരു പാർട്ടിയെ രൂപീകരിക്കുമ്പോൾ ആ പാർട്ടിക്ക് അനുമോദനവുമായി എത്തുന്ന കൂട്ടത്തിലും ഇദ്ദേഹമുണ്ട്. ഇതെല്ലാം സ്വാഭാവികമായിട്ടും ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. നേരത്തെ കൈപ്പിളി ചോദിച്ച ചോദ്യം, ഇതിനെ മറ്റ് മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ അംഗീകരിക്കുമെന്ന് ഒരിക്കലുമില്ല. കാരണം ഇതൊരു ചെറിയ വിഭാഗം മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്ന മതരാഷ്ട്രം എന്നുള്ള ലൈനിൽ ചിന്തിക്കുന്നവർ അല്ല ഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്നുള്ളത്. അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. മുസ്ലിം ലീഗ് അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മുസ്ലിം ലീഗും വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്.